വേടനെ പോലെയുള്ള ആളുകൾ ഈ ഗാനത്തിലൂടെയൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുക? അതൊന്നും വിളിച്ചു പറയാൻ വേണ്ടി പാടില്ല. അവരൊക്കെ എന്നും താഴെക്കിടയിൽ ജീവിക്കേണ്ട ആളുകളാണ്. ഒരിക്കലും നല്ല രീതിയിലേക്ക് വരാൻ വേണ്ടി പാടില്ല, അല്ലേ? ആ ഒരു ചിന്താഗതിയാണ്. ഈ പറഞ്ഞ MG ശ്രീകുമാർ ആയിക്കോട്ടെ, അദ്ദേഹം ഒക്കെ വളർന്നു വന്നത് എങ്ങനെയാണ്? അവരുടെ ഫാമിലി അന്നേ ആ ഒരു രീതിയിലുള്ള ഫാമിലി ആയിരുന്നു. ഈ മോഹൻലാലും അതേപോലെ പ്രിയദർശനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ MG ശ്രീകുമാർ എന്ന് പറഞ്ഞ ഈ ഗായകൻ ഇത്ര പോപ്പുലർ ആവാൻ വേണ്ടി പറ്റുമോ? എല്ലാവർക്കും ഇപ്പം നമുക്ക് മോഹൻലാലും പ്രിയദർശനും മറ്റുള്ളൊന്നും സപ്പോർട്ട് ചെയ്യുന്നു വരില്ലല്ലോ. ഈ വേടൻ എന്ന് പറഞ്ഞ വ്യക്തി സ്വയം കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഈ നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്, സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. പക്ഷേ കുറച്ച് പ്രമാണിമാരുണ്ട്. ആ പ്രമാണിമാരാണ് ഈ പറഞ്ഞ വേടനൊക്കെ ഒതുക്കാൻ വേണ്ടി നടക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ കേരളക്കര ആകെയുണ്ട്. മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന് സപ്പോർട്ടാണ്. വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയം ഇവിടെ പലർക്കും പൊള്ളുകയും ചെയ്യുന്നു. അതാണ് വിഷയം. അതായത് ഇവരൊക്കെ താഴെ നിൽക്കേണ്ട ആളുകളാണ്. ഇവരൊന്നും ഒരിക്കലും മേലോട്ട് വരാൻ വേണ്ടി പാടില്ല. വേടൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഗാനത്തിലുള്ള വരികൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവരുടെ ജന്മിത്വത്തിനൊക്കെ എതിരായിട്ട്, ജാതി മത ഭ്രാന്തന്മാർക്കെതിരായിട്ട് ഒരു തുല്യതാണ് അദ്ദേഹം കാണുന്നത്. വേടൻ ഇനിയും കുറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. വേടൻ ഇനിയും പറയണം, ഇനിയും പാടണം. അത് കേട്ടിട്ട് പൊട്ടുന്ന കുരുവൊക്കെ പൊട്ടേന്ന് പറയണം.